മലയാളിയുടെ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു മുഖമുദ്ര എന്ന് പറയാവുന്ന ഒന്നാണ് കുംഭ. കുംഭസാരിച്ചാൽ തന്നെ കുംഭ ചാടുന്ന കാലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കുംഭ എന്ന് പറയുന്നത് ഇത് ഉള്ള മലയാളിയുടെ ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടം പോലെയാണ് മധ്യ കേരളം. മധ്യം ഇങ്ങനെ വീർത്തിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് ഉടൻ തന്നെ റിലീസാവുന്ന അരി ഒരു ഇന്ത്യൻ പ്രണയകഥ, അതിൽ ഞാൻ പറയുന്നുണ്ട്. 4 നേരം അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന മലയാളി, ആവശ്യത്തിലേറെ അന്നജം കഴിക്കുന്നുണ്ട്. അന്നജം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു പരിധി വരെയൊക്കെ ശരീരത്തിൽ സംഭരിക്കാൻ പറ്റും, ബാക്കി കൊഴുപ്പായിട്ട് മാറും. അങ്ങനെ മാറുന്ന കൊഴുപ്പ് അടിയുന്നത് വയറ്റിലാണ്. അപ്പോൾ സെൻട്രൽ ഒബേസിറ്റി, അതായത് വയറ്റിന് ചുറ്റും കൊഴുപ്പടിഞ്ഞിങ്ങനെ കുടവയറുണ്ടാവാൻ സഹായിക്കുന്ന ജീനുകൾ ഏറ്റവും ശക്തിമത്തായിട്ട് നിൽക്കുന്നത് ഏഷ്യൻ വംശജരിലാണ്. അതിൽ തന്നെ ചൈന, ജപ്പാൻ, ഫിലിപ്പൈൻസ്, കൊറിയ തുടങ്ങിയിട്ടുള്ള കിഴക്കൻ ഭാഗത്ത് കിടക്കുന്ന മംഗളോയിഡ് വംശജരിലെ അവർക്കങ്ങനെ തടി വയ്ക്കുന്ന ഒരു പ്രകൃതക്കാരല്ല പൊതുവേ. ഇപ്പോൾ ഇന്ത്യ തൊട്ട് പടിഞ്ഞാറോട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ മലയാളികളൊക്കെ ഈ സാധനം നല്ല കടുപ്പത്തിലാണ് നിൽക്കുക. ഇതിൽ റേഷൻ കടയുടെ വരവോടുകൂടി രാവിലെ അരിയിലുണ്ടാക്കുന്ന അപ്പം, ഇടിയപ്പം, ദോശ, പുട്ട്, വാട്ടർ മേബി കഴിക്കുന്നു. ഉച്ചയ്ക്ക് ചോറ് നല്ല രീതിയിൽ തന്നെ തട്ടിയും കയറ്റും. ഈ ചോറ് എത്ര കയറ്റാൻ സഹായിക്കുന്നു എന്ന രീതിയിലാണ് കറികൾക്ക് നമ്മൾ മാർക്കിടുന്നത്. വൈകിട്ട് ചായയും രതീഷും. രതീഷിൻ്റെ പുറംപാളി എന്ന് പറയുന്നത് മാവാണ്, അന്നജമാണ്. രതീഷിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞ ഏത്തയ്ക്ക എന്ന് പറയുന്നത് ഓൾസോ കാർബോഹൈഡ്രേറ്റ്. ദെൻ രാത്രിയിൽ വീണ്ടും ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ധാന്യങ്ങളിലുണ്ടാക്കി എന്തെങ്കിലും ഒരു സാധനം. ഇനി 4 നേരം നമ്മൾ അന്നജം കഴിക്കുന്നു. വെസ്റ്റേൺ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ സായിപ്പ് കഴിക്കുന്നത് ഒരു പോർക്ക് സോസേജും 2 ബുൾസൈയും. പോർക്ക് സോസേജ് പന്നി ഇറച്ചിയുടെ നീളത്തിലൊരു കഷ്ണം. ഓക്കെ. ഉച്ചയ്ക്ക് ഒരു സാൻഡ്വിച്ച് മാത്രം, അതിനകത്തുള്ള പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ട്, അത് വേവിക്കാത്ത സാധനമായതുകൊണ്ട് ഓക്കെ. ദെൻ വൈകിട്ട് അവർ കഴിക്കുന്നത് ചായയും പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഏതെങ്കിലും ഒരു വേർഷൻ, ക്രിസ്പ് അല്ലെങ്കിൽ സ്മാഷ്ഡ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ്, അതിലാണ് അവർക്ക് കുറച്ചെങ്കിലും അന്നജം കിട്ടുന്നത്. രാത്രിയിൽ ഒരു കോഴി അതുപോലെ റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മത്സ്യമോ അല്ലെങ്കിൽ ഒരു ലോബ്സ്റ്ററോ അതുപോലെ അനുസാരികളായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഭക്ഷണക്രമത്തിൽ പ്രോട്ടീനുകളെന്ന് പറയുന്നത് അതിന് കാര്യമായിട്ട് കൊടുക്കുന്നു. നല്ലതരം കൊഴുപ്പുകളുണ്ട്. അന്നജം ഒരുപാട് കഴിക്കുന്നില്ല, ആവശ്യത്തിന്. അങ്ങനെയുള്ളൊരു ജനത എന്ത് ചെയ്യുന്നു വെച്ചാൽ വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കും. ഈ 4 നേരം അരി കഴിക്കുന്ന ആൾക്കാർ എന്ത് വെച്ചാൽ ഫ്ലെക്സ് ഒട്ടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഈ വയറും വെച്ചിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിന് അടി കിട്ടും. കാരണം ക്രൊയേഷ്യൻ കളിക്കാർ നോക്കുമ്പോൾ ഇവൻ്റെ കുപ്പായത്തിനകത്ത് പന്തിരിക്കുന്നു, അത് കിടന്ന് കുലുങ്ങുന്നു, അപ്പോൾ വയറ്റിന് അടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ എന്താ പറയുക, കാണികളായിട്ടിരിക്കുക, പിന്നെ വല്ല രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടി പിടിക്കുക, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിക്കുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് വ്യായാമമില്ല. ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ മാത്രമല്ല പല ആൾക്കാർക്കും ഈ കുംഭ, കവിൾ, കുണ്ടി ഇതൊക്കെ എന്തോ ഭയങ്കര ഒരു സംഭവം എന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ അതൊരു ജുബ്ബയൊക്കെ ഇട്ട് മേളിൽ ബട്ടൺസൊക്കെ അഴിച്ച് പിന്നെ സ്വർണ്ണത്തിൻ്റെ വലിയൊരു കട്ട ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവമാണെന്നാണ്. ഇത് ശരിക്കും ബോധമുള്ളവരുടെ മുമ്പിൽ ഇത് ഒരു അനാരോഗ്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കായിക സംസ്കാരമില്ല. 3-4 രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭരണാധികാരികളെന്ന് പറയുന്ന വർഗ്ഗമുണ്ടല്ലോ, രാവിലെ ഒരു പ്രഭാത സവാരിക്ക് പോലും പോകത്തില്ല, നടക്കുകയും സൈക്കിൾ വിട്ട് ഒന്നും ചെയ്യാറില്ല. എന്നാലും ഇതൊക്കെ വൈദ്യശാസ്ത്രം തോറ്റ് മണ്ണടിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും സ്റ്റേഡിയം പണിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരാ കൊടുക്കുക. ശരിക്കും ഓടുകയും ചാടുകയും ചെയ്യുന്ന കായിക താരങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വന്ന ഒരു സാധനമായിരുന്നു ലവണതൈലം. ഇത് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വയറ് കുറയും. അങ്ങനെ ആണും പെണ്ണും മത്സരിച്ച് പരസ്യം വരേണ്ട താമസം, അച്ചടിച്ച് വരുന്നത് എന്തും ശരിയാണെന്ന് വിശ്വസിക്കുന്ന മലയാളി എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പോഴേ ലവണതൈലം വാങ്ങി. പുരട്ടോട് പുരട്ടായിരുന്നു. അപ്പോഴൊന്നും ഇവർ ചിന്തിച്ചില്ല ആധുനിക വൈദ്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം എണ്ണ കൊടുക്കാത്തത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചുകുട്ടികൾക്ക് ചൂട് ടെമ്പറേച്ചർ വന്നാൽ ഒരു പാരസിറ്റമോൾ സിറപ്പൊക്കെ കൊടുക്കണമെങ്കിൽ മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് ഭയങ്കര പാടുപെട്ടൊക്കെയാണ് കുഞ്ഞുങ്ങളെ മരുന്ന് കുടിപ്പിക്കുന്നത്. എണ്ണ അങ്ങനെ അകത്തേക്ക് പോകുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, പാരസിറ്റമോളിൽ ഓയിൽ ഉണ്ടാക്കിയേനെ, എന്നിട്ട് ദേഹത്തോട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ചൂട് കുറഞ്ഞേനെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ആധുനിക വൈദ്യത്തിൽ എണ്ണകൾ, ഓയിൽസ് കൊടുക്കാത്തത്?
കോശസ്തരം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരു സാധനത്തിനെ അകത്തോട്ട് തള്ളി വിടത്തില്ല. അതാണ് വാസ്തവം. അങ്ങനെ ആണും പെണ്ണും മത്സരിച്ച് തേച്ചു കുറഞ്ഞ് എന്ത് കുറഞ്ഞു? പോക്കറ്റിൻ്റെ കനം കുറഞ്ഞു. ഈ ഒരു സാധനം ശരിയായിരുന്നുവെങ്കിൽ ലോകത്ത് കുടവയറന്മാരും കുടവയറികളും കാണില്ലായിരുന്നു. അങ്ങനെ ഒരു സാധനം അകത്തുമില്ല. പിന്നെ അമളി പറ്റിയവരാരും പുറത്തു പറഞ്ഞില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? കുറച്ച് കാശുണ്ടാക്കി. ഇപ്പോൾ ഈ സാധനം സെർച്ച് ചെയ്താൽ കാണത്തില്ല. ഇനി ഒരു പക്ഷേ 4-5 വർഷം കഴിഞ്ഞ് വീണ്ടും വരുമായിരിക്കും. അപ്പോഴും ആട് തേക്ക് മാഞ്ചിയത്തിന് ക്യൂ നിന്നതുപോലെ കുറച്ച് മലയാളികൾ അപ്പോഴും ക്യൂ നിൽക്കും, ഇത് വാങ്ങിക്കും, തേച്ച് നോക്കും, കുഴപ്പമില്ല, പോക്കറ്റിൻ്റെ കനം കുറഞ്ഞ് അത്രയെങ്കിലും കുറഞ്ഞല്ലോ, അവർക്ക് ആശ്വാസവും. അങ്ങനെയുള്ള മലയാളികളെ പറ്റിക്കാൻ വേറൊരു സാധനമുണ്ട്. ടി വിയിൽ കാണുന്നൊരു പരസ്യമുണ്ട്. ആദ്യമായി നിങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. നോട്ട് ദ പോയിൻറ്റ്, ചൂടുവെള്ളം. അതിനുശേഷം ഈ സാധനം കൊണ്ട് പിടിച്ച് കെട്ടുക, എന്നിട്ട് ഇത് ഓണാക്കുക. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് ഇച്ചിരി വൈബ്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരം വീർത്തിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കൊഴുപ്പുരുകി. ചൂടുവെള്ളം കുടിച്ചുകൊണ്ടാണ് വീർത്തതെന്നുള്ള ഒരു തോന്നൽ നമുക്കില്ല. പിന്നെ ഈ സാധനമായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീർത്തില്ലേ, അപ്പോൾ കുറച്ച് കൊഴുപ്പുരുകി. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞാൽ ഉരുകി അങ്ങ് പോവും. അപ്പോൾ മനസ്സിൽ ലഡു പൊട്ടും. കാരണം സാധാരണ ദോശക്കല്ലിന്മേൽ കുറച്ച് നെയ്യൊക്കെ ബട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂടടിക്കുമ്പം ഉരുകി ഇങ്ങനെ പോകുന്നു, ആവിയായി പോകുന്നു. കൊള്ളാമല്ലോ വീഡിയോ. ഇതുപോലാണ് ശരീരത്തിൽ നടക്കുന്നതെന്നാണ് പലരുടെയും വിചാരം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയത് ഇത് തന്നെയാണ്.